നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജിയാനി ഇൻഫാന്റിനോക്ക് കുരുക്ക് മുറുകുന്ന മട്ടാണ്. വിടാൻ തയ്യാറല്ല യുവേഫ മാത്രമല്ല, യുവേഫയും കോൺകഗാഫും AFCയും സംയുക്തമായിട്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു. വലിയ സ്റ്റേറ്റ്മെൻറ്റാണ്. കഴിഞ്ഞ ദിവസം ഫിഫയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഫിഫയെ അണ്ടർമൈൻ ചെയ്യാൻ വേണ്ടി പലരും മനഃപൂർവ്വം ശ്രമിക്കുന്നു. ഫിഫ ജിയാനി ഇൻഫാന്റിനോയുടെ കീഴിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. കളിയെ വലിയ രൂപത്തിലേക്ക് വളർത്താൻ ഇൻഫാന്റിനോയുടെ കീഴിലുള്ള ഫിഫക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങളുണ്ടായിരുന്നു. ഏതായാലും വലിയ ഒരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ മറുപടി കൊടുക്കുന്നു യുവേഫയും AFCയും കോൺകഗാഫും സംയുക്തമായി. അതിലവർ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ശരിയാണ്, കഴിഞ്ഞ നാളുകളിൽ ഫുട്ബോളിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പക്ഷേ ഒരു വ്യക്തിയുടെ മാത്രം പ്രവർത്തനം കൊണ്ട് സംഭവിച്ചതല്ല. തുറന്ന ഏറ്റുമുട്ടലാണെന്നർത്ഥം. ഒഫീഷ്യൽ ലെറ്റർ, ഓപ്പൺ ലെറ്റർ. അതിൻ്റെ സംബോധന തന്നെ ഡിയർ ഫുട്ബോൾ ഫാമിലി എന്നാണ്. പ്രിയപ്പെട്ട ഫുട്ബോൾ കുടുംബമേ എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നു. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഗ്രേറ്റസ്റ്റ് ഷെയർഡ് പാഷനാണ്. അത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനോ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അവകാശപ്പെട്ടതല്ല. യെസ് എന്ന് പറഞ്ഞാൽ അത് ഫിഫയുടേതോ ഇൻഫാന്റിനോയുടേതോ ഒന്നും അല്ല. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പൊതുവായ ഒരു അഭിനിവേശമാണ്, ആവേശമാണ്. അതൊരു ഗ്രേറ്റസ്റ്റ് ഷെയർഡ് പാഷനാണ്. ഇറ്റ് ബിലോങ്സ് ടു ദി പ്ലെയേഴ്സ്. അതിൻ്റെ അവകാശികൾ കളിക്കാരാണ്. ദി ഫാൻസ്, ദി ക്ലബ്സ്, ദി മെമ്പർ അസോസിയേഷൻസ് ആൻഡ് എവറി ഇൻസ്റ്റിറ്റ്യൂഷൻ എൻട്രസ്റ്റഡ് വിത്ത് സേഫ് ഗാർഡിങ് ഇറ്റ്സ് ഫ്യൂച്ചർ. അവരാണ് അവകാശികൾ. കളിക്കാരും ആരാധകരും ക്ലബ്ബുകളും മെമ്പർ അസോസിയേഷനുകളും ഇതിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഓരോ സ്ഥാപനത്തിനും ഇത് അവകാശപ്പെട്ടതാണ്. ആ മനോഭാവത്തോടെയാണ് അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന കോൺഫെഡറേഷനുകൾ എന്ന നിലയിൽ ഞങ്ങൾ ഇന്ന് കൂട്ടായി സംസാരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് തങ്ങളിത് സംയുക്തമായ പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരുന്നത് എന്ന് തന്നെ ഇവർ വ്യക്തമാക്കുകയാണ്. എന്നിട്ട് അവർ വിശദീകരിച്ച് പറയുന്നു. കഴിഞ്ഞ ദശകത്തിലെ വളർച്ച യാഥാർത്ഥ്യമാണ്. ശരിയാണ്, കഴിഞ്ഞ വർഷത്തിലെ ഗ്രോത്ത് ഓവർ ദി പാസ്റ്റ് ഡെക്കേഡ് ഹാസ് ബീൻ റിയൽ. ബട്ട് ദാറ്റ് പ്രോഗ്രസ് വാസ് നെവർ വർക്ക് ഓഫ് വൺ ഇൻഡിവിജ്വൽ. ഇറ്റ് വാസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫിഫ, the confederations, the member association and the thousands of people who dedicate their lives to the game. അല്ലാതെ അത് ഏതെങ്കിലും ഒരാളുടെ നേട്ടമല്ല. കഴിഞ്ഞ ദശകത്തിലെ വളർച്ച യാഥാർത്ഥ്യമാണ്. എന്നാൽ പുരോഗതി ഒരൊറ്റ വ്യക്തിയുടെ പ്രവർത്തന ഫലമല്ല. ഫിഫയും കോൺഫെഡറേഷനുകളും മെമ്പർ അസോസിയേഷനുകളും ഈ കളിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആയിരക്കണക്കിന് ആളുകളും ഇവരുടെയൊക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതാണ് ആ ഒരു വളർച്ച. ഇത് ഡയറക്റ്റായിട്ട് ഇൻഫാന്റിനോക്കെതിരെയാണ്. എന്ന് പറഞ്ഞാൽ ഇൻഫാന്റിനോ അല്ല കഴിഞ്ഞ ദശകത്തിലെ ഫുട്ബോളിന് വളർത്തിയത്. അതെല്ലാവരുടെയും കൂടി കൂട്ടായ ശ്രമമാണ് എന്ന് തന്നെ തുറന്നടിച്ച് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, എക്സ്പാൻഡഡ് ടൂർണമെൻറ്റ്സ്, അതായത് വിപുലീകരിച്ച ടൂർണമെൻറ്റുകൾ, 2030-2034 ഫിഫ വേൾഡ് കപ്പുകൾ അനുവദിക്കൽ, അസോസിയേഷനുകൾക്കുള്ള വിഭവങ്ങളുടെ വിതരണം, ഇതെല്ലാം കൂട്ടായി കൈവരിച്ച നേട്ടങ്ങളും ഒന്നിച്ച് തീരുമാനിച്ചതും ഒന്നിച്ച് പൂർത്തിയാക്കിയതുമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരാളുടേതല്ല. ഇത് പണവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ദിസ് ഈസ് നോട്ട് അബൌട്ട് മണി. പണത്തെക്കുറിച്ചല്ല. ഇവിടെ എന്താ, മെമ്പർ അസോസിയേഷനുകളുടെ വികസനത്തിനായുള്ള നിക്ഷേപം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഫിഫയുടെ നിലവിലുള്ള വൻ ശേഖരം ഉത്തരവാദിത്വത്തോടെ വിതരണം ചെയ്യണമെന്ന് കോൺഫെഡറേഷനുകൾ ഇതിനകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പണമല്ല ഇവിടെ പ്രശ്നം. അതുപോലെ തന്നെ നോർ ഈസ് അബൌട്ട് എനി മെമ്പർ അസോസിയേഷൻ ലോസിംഗ് സപ്പോർട്ട് ഹാസ് ഏൺഡ് ഡിസ്പൈറ്റ് ദി ഫിയർ മോങ്കറിംഗ് directed at our membership to suggest otherwise. Nor is it about revisiting the expansion of competition, World Cup allocations, or any other decision reached collectively. Those decisions were made together and they must stand. അതുകൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ആ തീരുമാനങ്ങളൊക്കെ ഒരുമിച്ചെടുത്തല്ലാതെ ഒറ്റക്കെടുത്തതല്ല അവരാരും. അപ്പം അതുകൊണ്ട് അത് നിലനിൽക്കണം എടുത്തു തന്നെ പറയുകയാണ്. മറിച്ച് പ്രചരിപ്പിക്കുന്ന ഭയപ്പെടുത്തലുകൾ ഒരു ഭാഗത്തുണ്ട്. ഫിയർ മോങ്കറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ശരിയാണ്.
പക്ഷേ ഏതെങ്കിലും മെമ്പർ അസോസിയേഷൻ അർഹതപ്പെട്ട പിന്തുണ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചുമല്ല ഇത്. മത്സരങ്ങളുടെ വിപുലീകരണം, ലോകകപ്പ് പങ്കാളിത്ത വിതരണം അല്ലെങ്കിൽ കൂട്ടായി എടുത്ത മറ്റ് തീരുമാനങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ചല്ല ഇത്. ആ തീരുമാനങ്ങൾ ഒന്നിച്ചെടുത്തവയാണ്, അവ നിലനിൽക്കണം. അപ്പോൾ അതിലൊന്നും ഒരു സംശയവുമില്ല. അതൊക്കെ ഒരുമിച്ചെടുത്ത തീരുമാനങ്ങളാണ്, അത് നടപ്പാവണം. ഇത് കൂടുതൽ അടിസ്ഥാനപരമായ ഒന്നിനെക്കുറിച്ച്, ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കളിയുടെ സുതാര്യതയും അതിനെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സുതാര്യതയും ഒക്കെ ഇതിൽ ഭാഗമാണ്. ഫുട്ബോളിലെ നേതൃത്വം എന്നത് ഒരു സ്വകാര്യ സ്വത്തല്ല. അധികാരം കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അധികാരം ആവശ്യപ്പെടുകയോ ചെയ്യുന്നതിനെക്കുറിച്ചല്ല അത് വിശ്വസിച്ചേൽപ്പിച്ച ഫുട്ബോൾ കുടുംബത്തോടുള്ള സേവനപരമായ കടമയാണ്. വഞ്ചനയിലൂടെ ആ വിശ്വാസം തകരുമ്പോൾ, അധികാരം നൽകിയ കൂട്ടായ്മകൾക്ക് മുകളിലാണ് താനെന്നൊരു വ്യക്തി കരുതുമ്പോൾ, ആ കടമ അവിടെ ഉപേക്ഷിക്കപ്പെടുകയാണ്. വാവ്, തുറന്നടിച്ച് തന്നെ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അതായത് when trust is broken through deception, when an individual places himself above the collective that entrusted him with authority, that duty has been abandoned. ഇൻഫാന്റിനോക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കൊട്ട കഴിഞ്ഞില്ല. ഫിഫയുടെ വൈസ് പ്രസിഡന്റുമാർക്കും 211 മെമ്പർ അസോസിയേഷനുകൾക്കും അയച്ച ഫിഫയുടെ സമീപകാല കത്തിൽ ഈ പ്രക്രിയയിൽ തെറ്റുകൾ സംഭവിച്ചതായി സമ്മതിക്കുന്നുണ്ട്. ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത് വിവേകത്തിൻ്റെ വീഴ്ചയാണെന്നിരിക്കെ അവർ അതിനെ ആശയവിനിമയത്തിൽ ഒരു പരാജയമായി മാത്രമാണ് കാണുന്നത്. മെമ്പർ അസോസിയേഷനുകൾക്ക് അതിൻ്റെ വ്യവസ്ഥകൾ ശരിയായി പരിശോധിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വേണ്ടത്ര കൂടിയാലോചനകളില്ലാതെ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ തയ്യാറാക്കി ഒരു ഡെഡ് ലൈനിലേക്ക് തള്ളിയിട്ട ഒരു നിർദ്ദേശം അപാകതയുടെ ഫലമല്ല, മറിച്ച് പരിശോധനകൾ പരിമിതിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ആസൂത്രണം ചെയ്തതിൻ്റെ ഫലമാണ്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ഡിസൈൻ ഇൻറ്റൻഡഡ് ടു ലിമിറ്റ് സ്ക്രൂട്ടിനി. അതാ മറ്റേ പ്രപ്പോസലിനെ കുറിച്ചാണ്, വേൾഡ് കപ്പിൻ്റെ സ്റ്റേക്ക് വെക്കുന്നതിനെ കുറിച്ചുള്ളത്. അതൊരു ഡെഡ് ലൈനൊക്കെ വെച്ച് അതിനിടയ്ക്ക് മറുപടി പറയണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡൊക്കെ നഷ്ടപ്പെടാവുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ് ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. ഇറ്റ് ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് ഡിസൈൻ ഇൻറ്റൻഡഡ് ടു ലിമിറ്റ് സ്ക്രൂട്ടിനി. ആ നിർദ്ദേശം അടിസ്ഥാനപരമായി തന്നെ തെറ്റായിരുന്നു എന്ന് ഈ പിന്നീട് അയച്ച കത്ത് അംഗീകരിച്ചില്ല. ഫിഫ വേൾഡ് ലോകകപ്പിൽ ഓഹരി വിൽക്കാൻ ശ്രമിച്ചത് വിവേകത്തിൻ്റെ ഗുരുതരമായ വീഴ്ചയാണെന്ന് ഇപ്പോഴും അവർ അംഗീകരിക്കുന്നുമില്ല. ഇത് വെറും ഒരു നടപടിക്രമപരമായ പിഴവ് മാത്രമല്ല, ഫിഫയെ സേവിക്കാൻ നിലകൊള്ളുന്ന സ്ഥാപനങ്ങളോടുള്ള അടിസ്ഥാനപരമായ വിശ്വാസ ലംഘനം കൂടിയാണ്. It did not acknowledge that proposal itself was inherently wrong. There remains no recognition that attempting to sell an interest in the FIFA World Cup was profound failure of judgment, not just a procedural misstep, but a fundamental breach of trust with the very institutions FIFA exists to serve. ഈ സംഭവങ്ങളെക്കുറിച്ച് ഫിഫ കൗൺസിലിന് പൂർണ്ണമായ റിപ്പോർട്ട് നൽകാനും തീർച്ചയായിട്ടും ഫിഫ അതിന് തയ്യാറാകണം. ഫിഫ അതിന് കമ്മിറ്റഡാണ്, അത് പ്രതിജ്ഞാബദ്ധമാണ്. എന്നാൽ ഇത്രയും വലിയ വിവേകശൂന്യതയുടെ പശ്ചാത്തലത്തിൽ കൃത്യമായ അഡ്മിനിസ്ട്രേഷൻ സാധ്യമാകണമെങ്കിൽ അത്തരമൊരു അവലോകനം നടത്തേണ്ടത് ഫിഫയോ അതിലെ ജീവനക്കാരോ ഫുട്ബോളിലെ മറ്റേതെങ്കിലും പങ്കാളികളോ അല്ല, മറിച്ച് പൂർണ്ണമായും സ്വതന്ത്രമായൊരു മൂന്നാം കക്ഷി ആയിരിക്കണമെന്ന് തിരിച്ചറിയുന്നതിൽ വീണ്ടും പരാജയപ്പെട്ടു. ഈ അവലോകനം നടത്തുന്നതിൽ ഫിഫ അഡ്മിനിസ്ട്രേഷന് യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കരുത്. അതായത് ഈ സംഭവിച്ച കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ ഫിഫ അല്ല അത് നടത്തേണ്ടത്, അത് സ്വതന്ത്രമായിട്ടുള്ളൊരു ബോഡി നടത്തണം എന്നാവശ്യപ്പെടുകയാണ്. അതാണ് ഫിഫ ഓൾസോ കമ്മിറ്റഡ് ടു പ്രസൻറ്റിംഗ് ഫുൾ റിപ്പോർട്ട് ഓൺ ദീസ് ഇവൻറ്റ്സ് ടു ഫുട്ബോൾ. ഫിഫ കൗൺസിൽ വൺസ് അഗെയിൻ ഫെയിലിംഗ് ടു റെക്കഗ്നൈസ് ദാറ്റ് പ്രോപ്പർ ഗവേണൻസ് ഇൻ ദി ഫേസ് ഓഫ് such a profound lack of judgment would require that such a review be conducted by fully independent third party, not FIFA itself, its staff, or by stakeholder within football. അതാണ് അവിടെ വേണ്ടത്. മുൻ കത്തിടപാടുകൾ അനുസരിച്ച്, മുമ്പുണ്ടായിട്ടുള്ള പ്രീവിയസ് കറസ്പോണ്ടൻസ് അനുസരിച്ച്
രേഖകൾ സംരക്ഷിക്കുന്നത് സംബന്ധിച്ച് യുവേഫയുടെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട എല്ലാ രേഖകളും റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടതാണ്. മൊറോക്കോയിൽ നടന്ന നേതൃത്വ യോഗത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ മാത്രമാണ് പങ്കെടുത്തിരുന്നതെന്ന് ഫിഫയുടെ സ്വന്തം കത്തും സ്ഥിരീകരിക്കുന്നു. ഫിഫ കൗൺസിൽ അംഗങ്ങളെയോ അംഗ അസോസിയേഷനുകളെയോ ഇതിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നില്ല. ഫിഫ നിയമിച്ച മുതിർന്ന ജീവനക്കാർ അടങ്ങുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റി മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഫിഫ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് അംഗങ്ങളെ മാത്രം, പൂർണ്ണ കമ്മിറ്റിയെയല്ല, അവരെ മാത്രമാണ് വിദേശത്തേക്ക് വിളിച്ചു വരുത്തിയ ഈ അടുത്ത കാലത്തെ യോഗം ഫിഫയുടെ കേന്ദ്രബിന്ദുവിലേക്കും അതിലെ ജീവനക്കാരിലേക്കും പോകുന്നതിന് പകരം ഈ ആശങ്കകളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും നമ്മളെ ഈ അവസ്ഥയിലെത്തിച്ച അതേ പെരുമാറ്റ രീതിയുടെ തുടർച്ചയെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു. ഇത് കളിയുടെ ഒരു രക്ഷാധികാരിയുടെ പെരുമാറ്റമല്ല, മറിച്ച് കളി തന്നോട് മറുപടി പറയാൻ ബാധ്യസ്ഥമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളിൻ്റേതാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ്. റീസെൻ്റ് മീറ്റിംഗ്, അവിടെ സമീപകാലത്ത് നടന്നിട്ടുള്ള മീറ്റിംഗ്, അത് നടന്നത് മൊറോക്കോയിലായിരുന്നു, നമുക്കറിയാം. അത് ഫിഫ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഒരേ ഒരാൾ മാത്രമാണ്, വേറെ സെലക്ട് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് ദി ഫിഫ മാനേജ്മെൻറ്റ് കമ്മിറ്റി, വളരെ കുറഞ്ഞ ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മീറ്റിംഗ് ആണ്. അത് ഫുൾ കമ്മിറ്റി ആയിരുന്നില്ല. അവരെ വിദേശത്തേക്ക് വിളിച്ചു, അതായത് മൊറോക്കോയിലേക്ക് വരുത്തി. അത് ലീഡർഷിപ്പ് ഗ്രൂപ്പ് അല്ലായിരുന്നു അവിടെ യഥാർത്ഥത്തിൽ നടന്നത്. ഫിഫയുടെ കോർ ഗ്രൂപ്പ് അല്ല, അല്ലെങ്കിൽ ഹാർട്ട് ഓഫ് ഫിഫ എന്ന് പറയുന്ന ആ ഭാഗമല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിൻ്റെ സ്റ്റാഫ് അവരെ മാത്രം വിളിച്ചു വരുത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 അത്തരത്തിലാണല്ലോ ഫിഫയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ടത്. ആ രൂപത്തിലുള്ള കാര്യങ്ങളല്ല അയാൾ ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് കണ്ടക്ട് ഓഫ് കസ്റ്റോഡിയൻ ഓഫ് ദി ഗെയിം. ഗെയിമിനെ സംരക്ഷിക്കേണ്ട ഒരാളുടെ ഒരു കണ്ടക്റ്റ് അല്ല അവിടെ സംഭവിച്ചത്. ബട്ട് ഓഫ് വൺ ഹൂ ബിലീവ്സ് ദി ഗെയിം ഈസ് ആൻസറബിൾ ടു ഹിം. അയാൾക്ക് മറുപടി കൊടുക്കണം ഫുട്ബോൾ എന്ന് വിശ്വസിക്കുന്ന ഒരാളുടെ പരിപാടിയാണത്. ദർ ഈസ് സൈലൻസ് വേർ ദർ ഷുഡ് ബി അക്കൗണ്ടബിലിറ്റി. ഡിസ്റ്റൻസ് വേർ ദർ ഷുഡ് ബി ഓപ്പൺനെസ്. ഉത്തരവാദിത്വം ഉണ്ടാകേണ്ടിയിടത്ത് മൗനവും സുതാര്യത ഉണ്ടാകേണ്ടിയിടത്ത് അകലവുമാണ് ഇപ്പോഴുള്ളത്. ഫുട്ബോൾ അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് അർഹിക്കുന്ന ഗുണങ്ങളല്ല ഫുട്ബോളിൻ്റെ നേതൃത്വത്തിൽ, അതായത് ദീസ് ആർ നോട്ട് ദി ക്വാളിറ്റീസ് ഫുട്ബോൾ ഡിസേർവ്സ് ഇൻ ഇറ്റ്സ് ലീഡർഷിപ്പ്. ഫുട്ബോളിൻ്റെ തലപ്പത്തിരിക്കുന്നവരിൽ നിന്ന് ഫുട്ബോൾ അർഹിക്കുന്ന തരത്തിലുള്ള ക്വാളിറ്റികളല്ല ഇത്, ഗുണങ്ങളല്ല ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചത്. നിസ്സാരമായോ ഒറ്റക്കോ അല്ല, മറിച്ച് ഒന്നായി ഞങ്ങൾ സേവിക്കുന്ന കളിയോടുള്ള കടമ മുൻനിർത്തിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഓപ്പൺ ലെറ്റർ എഴുതുന്നത്. ദീസ് ആർ നോട്ട് ക്വാളിറ്റീസ് ഫുട്ബോൾ ഡിസേർവ്സ് ഇൻ ഇറ്റ്സ് ലീഡർഷിപ്പ്. അതുകൊണ്ടാണ് വി ഹാവ് ടേക്കൻ ദി സ്റ്റാൻസ്, നോട്ട് ലൈറ്റ്ലി, നോട്ട് അലോൺ, ബട്ട് ടുഗെദർ ആൻഡ് ഔട്ട് ഓഫ് ഡ്യൂട്ടി ടു ഗെയിം വി സെർവ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിൻ്റെ സ്ട്രെങ്ത്, ഫുട്ബോളിൻ്റെ ശക്തി എപ്പോഴും അതിൻ്റെ ഐക്യമാണ്. ആ ഐക്യത്തെ ഇപ്പോൾ മാനിക്കണമെന്നും ഫുട്ബോളിനെ നിങ്ങൾ ആജ്ഞാപിക്കാൻ ശ്രമിക്കാതെ സേവിക്കുന്ന ഒരു നേതൃത്വത്തിനായി ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു കൂടി പറയാം. അതായത് ഫുട്ബോളിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ യൂണിറ്റിയാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ചെയ്യേണ്ടത് എന്താ? ഫുട്ബോളിനോട് അങ്ങോട്ട് കമാൻഡ് പറയാതെ, മറിച്ച് ഫുട്ബോളിനെ സെർവ് ചെയ്യുന്ന ഒരു നേതൃത്വമാണ് വേണ്ടത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് എന്ന് ഫിഫയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് യുവേഫയും അതുപോലെ തന്നെ കോൺമെബോളും കോൺകഗാഫും AFCയും ഒരുമിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത്. അതിൽ യുവേഴ്സ് സിൻസിയർലി എന്ന് പറഞ്ഞുകൊണ്ട് സൽമാൻ ബിൻ ഇബ്രാഹിം അൽ ഖലീഫ ഉണ്ട്, അദ്ദേഹം AFC പ്രസിഡൻ്റാണ്. വിക്ടർ മോണ്ടെഗ്ലിയാനി ഉണ്ട്, അദ്ദേഹം കോൺകാഫിൻ്റെ പ്രസിഡൻ്റാണ്. അലക്സാണ്ടർ സെഫറിൻ ഉണ്ട്, യുവേഫയുടെ പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ളവരെല്ലാം ചേർന്നുകൊണ്ട്, അതുപോലെ ഈ 3 അസോസിയേഷനുകളുടെയും ജനറൽ സെക്രട്ടറിമാർ കൂടി സൈൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ലെറ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.